ഇപ്പോൾ വൈദിക സമിതി സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നുണ്ട്, അതിലേക്കാണ്. പോലീസുകാരെ വരുത്തി ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഞങ്ങളെ അടിച്ചിറക്കി. അതിരൂപതയുടെ ഏറ്റവും ഞാൻ പറഞ്ഞു ബ്ലാക്ക് സാറ്റർഡേ, കറുത്ത ശനിയാഴ്ചയാണ്. കാരണം ഇന്ന് വെളുപ്പിന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ലോകത്തെ അറിയിക്കുന്ന വ്യക്തികളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ മാധ്യമ പ്രവർത്തകർ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഒരു മാധ്യമ പ്രവർത്തകന്റെ നേർക്ക് ഞങ്ങളിൽ പലരും, എല്ലാവരും ഒരേപോലെയുള്ള ആളുകളല്ല, കുറച്ച് ഇമോഷണലാണ്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അല്പം പ്രശ്നം ഉണ്ടായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാധ്യമ പ്രവർത്തകരോട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞങ്ങളൊരു സോറി ചോദിക്കുകയാണ്. മറ്റൊരു കാര്യം, ഞങ്ങളുടെ 21 വൈദികരെ ഇന്ന് രാവിലെ നമ്മുടെ ACP ജയകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഈ അരമനയുടെ കോമ്പൗണ്ടിൽ എത്തിച്ചു. ഈ കോമ്പൗണ്ടിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ വൈദികരുടെ തിരുവസ്ത്രം പോലീസുകാരെ കീറി വലിച്ചൂരി. പ്രിയ പോലീസ് ഉദ്യോഗസ്ഥരെ, നിങ്ങളോടുള്ള സകല ആദരവോടും കൂടി പറയാൻ, നിങ്ങൾ ചെയ്തത് കടുത്ത ക്രൂരതയാണ്, കടുത്ത ക്രൂരതയാണ്. ഇതിനോട് പൊറുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ അച്ഛന്മാരുടെ സഹനത്തിന് ഇന്ന് വൈകുന്നേരം ഒരു റിസൾട്ട് ഉണ്ടായി എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് അറിയിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ അതിരൂപതയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്ന ഇത്രയും ക്രൂരത, ഞങ്ങളുടെ അച്ഛന്മാരെ നിരന്തരം സസ്പെൻഡ് ചെയ്യും. ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച അച്ഛന്മാരെ, കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അച്ഛന്മാരെ കൊണ്ടൊന്ന് കൂരിയ മെമ്പേഴ്സ് ആക്കി വെച്ച് സസ്പെൻഷൻ ഓർഡർ ഇട്ട മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചു. അദ്ദേഹം രാജിവെച്ചു എന്ന് മാത്രമല്ല, ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് രാജി പറഞ്ഞുകൊണ്ടുള്ള സിനഡാനന്തര കുറിപ്പിൽ അദ്ദേഹം 2024 സെപ്റ്റംബറിൽ രാജി സമർപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രാജി മാർപ്പാപ്പ സ്വീകരിച്ചത് നവംബർ മാസത്തിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിൽ നവംബർ മാസത്തിൽ അദ്ദേഹം രാജി മാർപ്പാപ്പ സ്വീകരിച്ച സമയം മുതൽ അദ്ദേഹം ഇറക്കി ഒരു തീട്ടൂരവും കാനൂനികമായി നിലനിർത്തുന്നത്. അതുകൊണ്ട് ഈ ബസിലിക്ക ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അദ്ദേഹം വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ തളിയൻ ഫാദർ തളിയൻ ഞാളിയത്തിനൊന്നും ഇനി ഇവിടെ യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. പുതിയ നിങ്ങൾ പ്ലീസ്, പുതിയ നമ്മുടെ അതിരൂപതയുടെ ചാർജ് ഈ ന്യായവും യുക്തവുമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വികാരിയായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ജോസഫ് പാംപ്ലാനി പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ മാർ ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതുപോലെ ആൻഡ്രൂസ് താഴത്ത് മെത്രാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഇപ്പോൾ ജോസഫ് പാംപ്ലാനി പിതാവ് വികാരിയായിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി. അത് ഞങ്ങളുടെ 21 വൈദികരുടെ സഹനത്തിന്റെ ഫലമാണ്. ജോയ്സ് അച്ഛന്റെ 3 ദിവസം നിരാകാരത്തിന്റെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും വിശ്വാസികളുടെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും നിരന്തരമായ സഹനത്തിന്റെയും ഫലമാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ വാർത്ത. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയ വികാരിയായി ചാർജ് എടുക്കുന്ന ജോസഫ് പാംപ്ലാനി പിതാവ് ചാർജ് എടുക്കുമ്പോൾ ഈ ക്രിമിനൽ കൂരിയായി ഇവിടെ നിന്ന് മാറേണ്ടി വരും. ഈ ക്രിമിനൽ കൂരിയാണ്
ഈ പോലീസുകാരെ വരുത്തി ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഞങ്ങളെ അടിച്ചിറക്കിയത്. അതുകൊണ്ട് ഈ ക്രിമിനൽ കൂരിയയുടെ തീട്ടൂരങ്ങൾക്ക് ഇനി ഇവിടെ വിലപ്പോകില്ല. ഇവരുടെ ഇത്തരം ക്രൂരത ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ഈ അതിരൂപതയുടെ വിജയമാണിത്. ഈ അതിരൂപതയുടെ വിജയമാണ്. ഞങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട അതിരൂപതയാണ്. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിലുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക. ഇത് വിശുദ്ധരായ പിതാക്കന്മാർ കടന്നുപോയ സ്ഥലമാണ്. അവരുടെ ശവകുടൂരമുള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും ഈ ദിവസം കറുത്ത ശനിയാഴ്ചയാണെങ്കിൽ ഞങ്ങളുടെ വൈദിക സഹോദരങ്ങൾക്കേറ്റ പീഡനങ്ങളുടെ ഒരു ഫലമാണ് ഈ പറഞ്ഞ പുതിയ വാർത്ത. തീർച്ചയായിട്ടും ഇതിൽ അതിരൂപത സന്തോഷിക്കുന്നു. അതേസമയം ഞങ്ങളുടെ വൈദികർ ഇന്ന് ഞങ്ങൾ ചർച്ച നടത്തി, എഡിഎം വന്നു, ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എഡിഎമ്മിനോട് പറഞ്ഞു, 2 കാര്യത്തിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. ഒന്നുകിൽ ഞങ്ങളുടെ 21 വൈദികരെ അകാരണമായി നിങ്ങൾ അറസ്റ്റ് ചെയ്യാതെ അവിടെ നിന്ന് വലിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നിട്ടെങ്കിൽ അവരെ തിരിച്ച് അവിടെ കൊണ്ടുവന്നാക്കുക. അതിനുശേഷം മാത്രമേ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ 21 ധീര പുരോഹിതരും പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകണ്ട, ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോളൂ, അറസ്റ്റ് ചെയ്തോളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവരോടൊപ്പം 100 കണക്കിന് വൈദികരും അറസ്റ്റിനെ വരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? നാളെ ഞായറാഴ്ചയാണ്. നാളെ ഞങ്ങളുടെ വൈദിക സമിതി സെക്രട്ടറിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അങ്ങനെ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രതിഷേധത്തിന് ഏറെക്കുറെ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്.